മഹാരാഷ്ട്രയിലെ നാസിക് രാജ്യത്തെ തന്നെ വലിയ സവാള മാർക്കറ്റാണ്. ലക്ഷക്കണക്കിന് കർഷകരും കർഷക തൊഴിലാളികളും സവാള വിളവിനെ അതിൻ്റെ വിലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആഭ്യന്തര വിപണിയിൽ സവാള ലഭ്യത കുറഞ്ഞതോടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഡിസംബർ 8-ന് കയറ്റുമതി നിരോധിച്ചു. വിലയ്ക്ക് മെച്ചപ്പെട്ട വില ലഭിച്ചിരുന്ന കർഷകരെല്ലാം നിരാശരായി. സർക്കാരിനെതിരെ പ്രതിഷേധവും ഉയർന്നു തുടങ്ങി. പ്രശ്നത്തിൻ്റെ അപകടം ഇപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടു തുടങ്ങിയത്. സവാളയ്ക്ക് മാന്യമായ വില കിട്ടിയത് സർക്കാർ കാരണം ഇല്ലാതായി എന്ന വികാരം നാസിക് മേഖലയിൽ ശക്തമാണ്. ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ BJP നേതാക്കൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. മഹാവികാസ് അഘാഡി വമ്പൻ മത്സരവുമായി രംഗത്തുണ്ട്. തിരിച്ചടി ഏൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് കയറ്റുമതി നിരോധനം നീക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 1 ലക്ഷം ടൺ വരെ സവാള കയറ്റി അയക്കാനാണ് ഇപ്പോഴത്തെ അനുമതി. ശ്രീലങ്ക, ബംഗ്ലാദേശ്, UAE തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും. വോട്ടെടുപ്പിന് തൊട്ടു മുൻപത്തെ ഈ തീരുമാനം കർഷകർക്ക് ഗുണമാണ് എങ്കിലും സർക്കാരിനെതിരായ പ്രതിഷേധത്തെ തണുപ്പിക്കുമോ എന്നതാണ് ചോദ്യം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.